പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിർണായകമായ നീക്കങ്ങളാണ്. ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങളെ തകർക്കാൻ അമേരിക്കയും ഇസ്രയേലും കൈകോർത്ത ഓപ്പറേഷൻ റോറിംഗ് ലയൺ വെറുമൊരു സൈനിക നീക്കമൊന്നുമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒന്നാവുകയാണ്. എന്നാൽ തിരിച്ചടിയായി അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ വർഷം ഗൾഫ് രാജ്യങ്ങളെയും ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് മറ്റൊന്നുകൂടിയാണ്: നിങ്ങളുടെ പോക്കറ്റിനെ ബാധിക്കുന്ന സാമ്പത്തിക തകർച്ച. ക്രൂഡ് ഓയിൽ വില $100 കടന്നേക്കാം. ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന വിലക്കയറ്റവും ഇന്ധനക്ഷാമവും അതിഭീകരമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണോ നാം നീങ്ങുന്നത്? വിശദമായി അറിയാം. ശനിയാഴ്ച ഇറാനിലുടനീളമുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഒരു വൻ സൈനിക ആക്രമണം നടത്തി. ഇറാന്റെ ആണവ നിലയങ്ങളും മിസൈൽ കേന്ദ്രങ്ങളും തകർക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നടപടിയിലൂടെ ഇറാന്റെ നൂറുകണക്കിന് സൈനിക കേന്ദ്രങ്ങളും മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങളും തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു. എന്നാൽ ഇറാൻ മുട്ടുമടക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഇറാൻ കടുത്ത മറുപടിയാണ് നൽകിയത്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. മിഡിൽ ഈസ്റ്റിലെ വിവിധ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചു. പ്രധാനമായും ലക്ഷ്യം വെക്കപ്പെട്ട സ്ഥലങ്ങൾ ഇവയൊക്കെയായിരുന്നു: US നേവിയുടെ 5ാമത്തെ ഫ്ലീറ്റ്, അതായത് ബഹ്റൈൻ; അമേരിക്കയുടെ പ്രധാന വ്യോമതാവളമായ ഖത്തറിലെ അൽ ഉദൈദ്; ഇവ കൂടാതെ ഇസ്രയേൽ, UAE, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തികളിലേക്കും മിസൈലുകൾ എത്തി. ഈ മിസൈൽ വർഷം കേവലം സൈനിക താവളങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. UAEയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് ഒരാൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് മേഖലയിലെ സാധാരണക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. ഇറാന്റെ ഈ നീക്കം അമേരിക്കയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ ശക്തമായ സൈനിക സാന്നിധ്യമുള്ള ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെയും ഇസ്രയേൽ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളെയും ഒരേ സമയം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷം തകർത്തിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ഈ ആക്രമണത്തിന്റെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വശം ഇറാന്റെ ഉന്നത നേതാക്കളെ നേരിട്ട് ലക്ഷ്യമിട്ടു എന്നതാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി, പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ എന്നിവരെ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നതായി ഇസ്രയേൽ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഖമേനിയുടെ വസതിക്ക് സമീപം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി സാറ്റലൈറ്റ് ദൃശ്യങ്ങളും വ്യക്തമാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത് ഇറാന്റെ ഭീകര ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള അവസരമായാണ്. നിങ്ങളുടെ ഗവൺമെന്റ് ജനങ്ങൾ ഏറ്റെടുക്കുക എന്ന് അദ്ദേഹം ഇറാൻ പൗരന്മാരോട് ആഹ്വാനം ചെയ്തു. ഇറാന്റെ മിസൈൽ നാവിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഖമേനിക്കും പ്രസിഡന്റിനും പുറമെ ഇറാന്റെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും ആക്രമണം ലക്ഷ്യം വെച്ചിരുന്നു. ഇറാന്റെ സായുധ സേന ചീഫ് ഓഫ് സ്റ്റാഫ് സയ്യിദ് അബ്ദുൾ റഹീം മുസാഫി, പുതിയതായി രൂപീകരിച്ച ഡിഫൻസ് കൗൺസിൽ സെക്രട്ടറി അലി ഷംഖാനി, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാറി ജാനി എന്നിവരാണ് ലക്ഷ്യത്തിലുണ്ടായിരുന്ന മറ്റു പ്രമുഖർ എന്ന് ഇസ്രായേലി വൃത്തങ്ങളെ ഉദ്ധരിച്ച CNN റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ യുദ്ധം എപ്പോഴും സാധാരണക്കാരെയാണ് ബാധിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തെക്കൻ ഇറാനിലെ മിനാബിലുള്ള പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 40 ഉയർന്നു. തെഹ്റാനിലെ തെരുവുകളിൽ ജനങ്ങൾ പരിഭ്രാന്തരായി പലായനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
ഈ സംഘർഷം ആഗോളതലത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ അതീവ ഗൗരവകരമാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധസമാനമായ സാഹചര്യം അന്താരാഷ്ട്ര വ്യോമയാന മേഖലയെ പാടെ തകിടം മറിച്ചിരിക്കുകയാണ്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഖത്തർ, ഇസ്രയേൽ, UAE എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തികൾ താൽക്കാലികമായി അടച്ചു. ഇത് ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബാധിക്കുകയും എയർ ഇന്ത്യ, എക്സ്പ്രസ് പോലുള്ള പ്രമുഖ വിമാന കമ്പനികൾ അവരുടെ സർവീസുകൾ റദ്ദാക്കുന്നതിലേക്കും നയിച്ചു. ഈ ആക്രമണത്തിൽ തങ്ങൾ പങ്കാളികളല്ലെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഈ നടപടി ഒരു വലിയ അധിനിവേശമാണെന്ന് കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് റഷ്യ. ഇത് മേഖലയിലെ സമാധാനം പൂർണ്ണമായും തകർക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഈ അശാന്തി ആഗോള സാമ്പത്തിക രാഷ്ട്രീയ ക്രമങ്ങളെ ഒരുപോലെ പ്രതിസന്ധിയിലാക്കുമെന്നത് ഉറപ്പാണ്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഒടുവിൽ നൽകിയ പ്രസ്താവന പ്രകാരം മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണ് എന്നാണ്. മിഡിൽ ഈസ്റ്റ് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ്. അതോ നയതന്ത്ര ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കപ്പെടുമോ എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കൂ. അതേസമയം ലോകത്തെ പ്രധാന എണ്ണ ഉൽപാദന മേഖലയായ മിഡിൽ ഈസ്റ്റിൽ അസ്ഥിരതയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുമെന്ന് ഉറപ്പാണ്. വിതരണത്തിൽ തടസ്സമുണ്ടാകുമെന്ന ഭീതി നിക്ഷേപകരെ സ്വാധീനിക്കുന്നതാണ് ഇതിന് കാരണം. ബാരലിന് $100 മുകളിലേക്ക് വില ഉയരാൻ ഇത് കാരണമായേക്കാം. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20-30% കടന്നു പോകുന്ന ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമസ് കടലിടുക്കിലൂടെയാണ്. ഈ പാത തടസ്സപ്പെട്ടാൽ സൗദി അറേബ്യ, കുവൈറ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിലയ്ക്കുകയും ആഗോള തലത്തിൽ വലിയ ഇന്ധനക്ഷാമം ഉണ്ടാവുകയും ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ക്രൂഡ് ഓയിൽ വില കൂടുന്നത് ഇന്ത്യയിൽ ഇന്ധനവില കുത്തനെ ഉയരാൻ കാരണമായേക്കും. എണ്ണ ഇറക്കുമതിക്കായി കൂടുതൽ ഡോളർ ചിലവാക്കേണ്ടി വരുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമാകും. ഇന്ധനവില വർദ്ധിക്കുന്നത് ഗതാഗത ചെലവ് കൂടുകയും തന്മൂലം നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരാൻ ഇടയാക്കുകയും ചെയ്യും. മിസൈൽ ആക്രമണങ്ങൾ കാരണം കപ്പൽ ഗതാഗതം സുരക്ഷിതമല്ലാതാകുന്നത് ചരക്കു നീക്കത്തെയും ബാധിക്കും. ഇൻഷുറൻസ് പ്രീമിയം തുക വർദ്ധിക്കുന്നത് കപ്പൽ മാർഗമുള്ള വ്യാപാരത്തെ കൂടുതൽ ചെലവേറിയതാക്കും. ചുരുക്കത്തിൽ ഈ സംഘർഷം നീണ്ടു നിന്നാൽ അത് ലോകത്തെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിച്ചേക്കാം. മിഡിൽ ഈസ്റ്റിൽ ഉയരുന്ന ഈ യുദ്ധത്തിന്റെ പുകമറകൾ വെറുമൊരു പ്രാദേശിക തർക്കമല്ല എന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. മറിച്ച് നമ്മുടെ എല്ലാം ജീവിതത്തെ ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. സാധാരണക്കാരുടെ ജീവത്യാഗവും ആഗോളതലത്തിൽ ഉയരുന്ന എണ്ണവിലയും നമ്മെ കൊണ്ടെത്തിക്കുന്നത് എങ്ങോട്ടാണ്? നയതന്ത്ര ചർച്ചകളിലൂടെ ഈ ഭീതി ഒഴിയുമോ? അതോ ലോകം മറ്റൊരു മഹായുദ്ധത്തിലേക്ക് കൂപ്പുകുത്തുമോ? ഹോർമുസ് കടലിടുക്കിലെ ചരക്ക് നീക്കം തടസ്സപ്പെട്ടാൽ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന വിലക്കയറ്റത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ ഇത്തരം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.